ഹല്ലേലൂയ. ആകയാൽ യേശു കർത്താവാണ് നഗരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 31-ാം വാക്യം ഇപ്രകാരം പറയുന്നു: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ധ്യാനം കഴിഞ്ഞു വന്നപ്പോ ഈ ഒരു വചനമാണ് കാണാപ്പാഠം പഠിച്ചത്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഇത് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് പറയും: ദൈവം ഇത് സത്യമാണെങ്കിൽ എന്റെ വീട്ടിലുള്ളവരെയും നിന്നെ അറിയാനായിട്ട് അവസരം നീ കൊടുക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന് ഇതിനിടയിൽ വീട്ടിലിരുന്ന് സമയം കിട്ടുമ്പോഴൊക്കെ അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് എന്തോ ഇങ്ങനെ ഇരുന്ന് അമ്മയ്ക്ക് അത് അറിയാനായിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴും കിട്ടുന്ന സമയത്ത് കൂടി വെച്ച് വയ്ക്കും. ഇത്ര വിഷമമൊക്കെ ഉണ്ട് ഉള്ളിൽ, ഇവനിങ്ങനെ മാറ്റമൊക്കെ ഉണ്ടായെങ്കിലും വേറെ രീതിയിൽ അമ്മ ഇങ്ങനെ പതുക്കെ സമയം കിട്ടുമ്പോൾ ഓടി വന്നിട്ട് ആരും കാണാതെ ചോദിക്കും: വേറെ എന്താ പോലെ അവിടുത്തെ വിശേഷം, അതെന്താണ് ഇതെന്താണ്. അപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അമ്മയുടെ ഉള്ളിലും ദൈവത്തിന്റെ ആത്മാവ് ആ സമയം കടന്നു വന്നു കഴിഞ്ഞിരുന്നു. അമ്മയിലും ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ സഹോദരി ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ജെറമ്യാ 29:14 വചനം പറയുന്നത്: എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, നിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. കർത്താവിന്റെ ആ ഒരു വലിയ പദ്ധതിയായിരുന്നത്. എന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്റെ സഹോദരി സാവധാനം അമ്മയോട് പറഞ്ഞു: ഇവന് ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ഞാൻ അമ്മയെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം, ഞാനും ഒന്ന് പോയിട്ട് വരാം. ഒരാളും കൂടെ പറയുമ്പോഴേക്കും ഒരു സാക്ഷിയും കൂടെ ആകുമ്പോഴേക്കും ചിലപ്പോ അത് സത്യമാണ്, അത് ഇനി ഇവന് വല്ല മനസ്സിന്റെ വല്ല തെറ്റിപ്പോയതാണ്, ഇതൊക്കെ അറിയാൻ എന്റെ സഹോദരി പറഞ്ഞ് ഞാനും പോവാം. അങ്ങനെ എന്റെ സഹോദരിയും ധ്യാനത്തിന് പോയി. സഹോദരിയും ഒരു മനുഷ്യൻ ഹൃദയം തുറന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ സ്നേഹം മാത്രമായ ദൈവം ആ മകന് വെറും കൈയോടെ ഒരിക്കലും മടക്കി അയക്കില്ല. എന്റെ സഹോദരി പോയപ്പോ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു: അവിടെ പോയി കഴിഞ്ഞാൽ കർത്താവിനെ കൂട്ടിയിട്ടേ പറ്റുകയുള്ളൂ. എന്റെ സഹോദരിയും ധ്യാനം കൂടി ദൈവത്തെ സ്വീകരിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് ഇപ്പൊ നമ്മുടെ വചനം കേട്ടതുപോലെ റോമ 19 പറഞ്ഞതുപോലെ അവളും വിശ്വസിച്ചുകൊണ്ട് തിരിച്ചു കടന്നു വന്ന് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് വന്ന വഴി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു: സത്യമാണ്, എനിക്ക് ബോധ്യമായി, നമ്മൾക്ക് ഒത്തിരി തെറ്റിപ്പറ്റി, നമുക്ക് അറിയില്ലായിരുന്നു, നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പിന്നെ ഒരു ശക്തിയായി വീട്ടില് ഇത് മറ്റുള്ളവരോട് പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശക്തമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കാനും തുടങ്ങി. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരോട് പിന്നെ സാവധാനം പറഞ്ഞും കൊടുക്കുമായിരുന്നു. അതിനുശേഷം എൻ്റെ സാവധാനത്തിന് എൻ്റെ അമ്മയും ധ്യാനത്തിന് കടന്നുപോയി. ഞാൻ അധികം ഇങ്ങനെ ദീർഘിക്കുന്നില്ല. എൻ്റെ അമ്മയും ധ്യാനത്തിന് കടന്നുപോയി. ധ്യാനം കഴിഞ്ഞ് എൻ്റെ അമ്മയെ യേശുവിനെ സ്വീകരിച്ച് തിരിച്ചു വന്നു. ഞങ്ങളുടെ ജീവിതത്തില് കുടുംബത്തില് ഒത്തിരി സമാധാനം, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്ന കുടുംബമായിരുന്നു. അസുഖങ്ങളോ അങ്ങനെ വലിയ വ്യാധികളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ദൈവത്തെ പക്ഷെ ഇത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഈ കുടുംബത്തെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ മക്കളാക്കി, ദൈവവേല ചെയ്യുന്ന മക്കളാക്കി മാറ്റാൻ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവം എൻ്റെ അമ്മയും ധ്യാനമൊക്കെ സ്വീകരിച്ച് അമ്മയും ഈശോനെ സ്വീകരിച്ച് തിരിച്ചു വന്നു. അതിനുശേഷം എൻ്റെ അച്ഛൻ ഏകദേശം 50 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കുടുംബ ക്ഷേത്രമൊക്കെ ഉള്ളതാണ്. അപ്പൊ എൻ്റെ അച്ഛൻ ഇതൊന്നും ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ ഒരുപാട് എൻ്റെ അച്ഛനെ ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ അതെല്ലാം ഒന്നും മിണ്ടാതെ അതെല്ലാം അച്ഛൻ അങ്ങനെ അങ്ങോട്ട് പോവുമായിരുന്നു. പക്ഷെ ഇത്ര ആയപ്പോഴേക്കും 3 പേരൊക്കെ പോയി തിരിച്ച് ഞങ്ങൾ 3 പേരും ശക്തമായിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് മുറുമുറുപ്പും പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. അച്ഛൻ എല്ലാ ദിവസവും ഒരു അമ്പലത്തിൽ പോയിട്ടാണ് ജോലിക്ക് പോയിരുന്നത്. ഇത്ര ആയപ്പോഴേക്കും അച്ഛൻ 3 അമ്പലത്തിൽ പോകാൻ തുടങ്ങി. ദിവസവും കാലത്ത് ഓഫീസിൽ പോകണേക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് നേരെയാകാനും എല്ലാം പഴയതുപോലെ മടങ്ങി വരാനൊക്കെ വേണ്ടി അച്ഛൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ കർത്താവിന്റെ നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടുകളും അടക്കപ്പെടുമല്ലോ. വളരെ താമസിയാതെ തന്നെ 1 വർഷത്തിനുള്ളിലാണ്, വളരെ ചുരുങ്ങിയ മാസങ്ങളിലാണ് എൻ്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും ദൈവത്തെ സ്വീകരിച്ച്. എൻ്റെ അച്ഛനും പോയി. ഞാൻ തന്നെ എൻ്റെ അച്ഛനെ കൊണ്ടുപോയി ആക്കിയത്. കാര്യം അച്ഛൻ ഒത്തിരി ഇങ്ങനെ പറയുമായിരുന്നു: എൻ്റെ ഓഫീസിൽ ലീവ് കിട്ടില്ല, പ്രശ്നമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഴിവുകളൊക്കെ പറയുമായിരുന്നു.
അങ്ങനെ അച്ഛന് ഞങ്ങൾക്ക് സംശയമായിരുന്നു, അച്ഛൻ ഇതും പറഞ്ഞിട്ട് ഇനി വേറെ വല്ലയിടത്തും പോയിട്ട് ഒരാഴ്ച താമസിച്ച് മടങ്ങിയൊക്കെ വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ അച്ഛനെ വണ്ടിയിൽ കയറ്റി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി അകത്താക്കി ഗേറ്റൊക്കെ പൂട്ടിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഞാൻ പുറത്തെ ഗേറ്റിൽ കൂടെ തിരിച്ചു വന്നത്. കാര്യം അച്ഛനും ഇതൊന്നും ആദ്യം ഉൾക്കൊള്ളാൻ സാധിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഈ സ്തുതിപ്പും ബഹളവും ഇതൊക്കെ ഞങ്ങൾ കാണാത്ത ഒന്നും അറിയാത്ത രീതിയിലൊരു പ്രാർത്ഥന രീതിയെ തന്നെയാണല്ലോ ഇത്. ധ്യാനം കഴിഞ്ഞ് അച്ഛനും ഒത്തിരി ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ദൈവത്തെ സ്വീകരിച്ച് തിരിച്ച് മടങ്ങി വന്ന് വളരെ താമസിയാതെ എൻ്റെ ചെറിയ അനിയനും ധ്യാനത്തിന് പോയി കർത്താവിനെ സ്വീകരിച്ച് തിരിച്ചു വന്ന്. അങ്ങനെ അപ്പസ്തോല പ്രവർത്തനം 16:31 വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ വചനം ഞങ്ങളുടെ കുടുംബത്തിൽ മാംസം ധരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം എൻ്റെ അച്ഛനും ഡിവൈനിൽ ചെന്ന് പനക്കൽ അച്ഛനെ പോയി കണ്ട് പറഞ്ഞു. അതിനുശേഷമാണ് അവര് അച്ഛനോട് ചെന്ന് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു ഹിന്ദു കുടുംബമാണ്, ദൈവത്തെ ഓരോരുത്തരായിട്ട് വന്ന് ദൈവത്തെ അറിഞ്ഞു, ഒത്തിരി സന്തോഷമുണ്ട്, ജീവിക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. ഞങ്ങൾ ഇനി ഒരു അമ്പലങ്ങളിലേക്കും പോകില്ല, ഒരു ആശ്രമങ്ങളിലും പോകില്ല. യേശുവാണ് ഏക കർത്താവ്, ഏക രക്ഷിതാവ്. യേശുവിലൂടെ അല്ലാതെ മറ്റൊരു രക്ഷയും ഈ ലോകത്തിൽ ആർക്കും കിട്ടുകയില്ലെന്ന് വ്യക്തമായി ഞങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് അച്ഛനോട് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായിരുന്നു ദൈവം ഞങ്ങൾക്ക് തന്ന ബോധ്യം. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 4:12 വാക്യം. എന്റെ സഹോദരങ്ങളെ, ഇത് ഞാൻ പറയുന്നല്ല, ദൈവത്തിന്റെ വചനം ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പുതുതായി ആദ്യമായി കടന്നു വന്നിരുന്ന മക്കള് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത് നിങ്ങളുടെ തീരുമാനമായിരുന്നില്ല, നിങ്ങൾ തീരുമാനിച്ചതല്ല ഇന്ന് നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണമെന്നത്. സ്വർഗത്തിലിരിക്കുന്ന നിങ്ങളുടെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ യേശുവിന്റെ പക്കലേക്ക് ആർക്കും കടന്നു വരാൻ സാധിക്കില്ല. ഹല്ലേലൂയ. പിതാവിന്റെ ആകർഷണത്താൽ പിതാവായ ദൈവം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. യേശുവിനെ അറിയുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് നൽകി നിങ്ങളെ പറഞ്ഞയക്കുവാനായിട്ട്, സമാധാനവും സന്തോഷവും ജീവിതത്തിൽ വിജയിക്കുന്നവരായി ജീവിക്കുവാനായിട്ട് ദൈവത്തെ തന്ന് പരിശുദ്ധാത്മാവിനെ നൽകി യേശുവിനെ നൽകി പറഞ്ഞയക്കുവാനായിട്ട് ദൈവം കൊണ്ടുവന്നതാണെന്ന് പുതുതായി വന്ന മക്കളെ ഒത്തിരി നാളായി ബ്രദർ ഇങ്ങനെ മെസ്സേജ് അയക്കും, എന്നോട് വരാനായിട്ട് ഇവിടെ പറയും. ഞാൻ വേറൊരു ഗ്രൂപ്പിലാണ് പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോകണം, ഇന്ന് നൈറ്റ് വിജിലിന് പോകണം. അപ്പൊ ആദ്യമൊക്കെ തോന്നി 5:30 മണി തൊട്ട് 5:30 മണി വരെ ദൈവം ഇവിടെ വന്നിരുന്ന് ഉറക്കം തൂങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും എന്ത് പറയും, പരിശുദ്ധാത്മാവിനെയും കൊണ്ടല്ല വന്നിരിക്കുന്നത്, ഇവനിരുന്ന് ഉറങ്ങുന്നത്. പക്ഷെ ഇന്നലെ എനിക്കൊരു വലിയ ശക്തി എന്നോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു നീ അവിടെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ വീട്ടിൽ ചെന്ന് എന്റെ വൈഫിനോട് പറഞ്ഞു, രാത്രി ഞാൻ നൈറ്റ് വിജിലിന് പോവാണ്. അങ്ങനെ വേഗം പിടിച്ച് മോനെയും പിടിച്ച് കിടത്തി ഉറക്കിയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്നു നൈറ്റ് വിജില് 5:30 മണി വരെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് ഒരു ഉറക്കവും തൂങ്ങിയില്ല. കർത്താവിന്റെ ആത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ അവിടെ എന്തോ ഉറക്കം, അവിടെ സന്തോഷവും സമാധാനവും അല്ലേ അവിടെ. അപ്പൊ ഒത്തിരി സന്തോഷത്തോടെ പോകുന്ന ബ്രദർ പറഞ്ഞ് നാളെ വരണം, ഒന്ന് സാക്ഷ്യം പങ്കുവയ്ക്കണം. അപ്പൊ ഇതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ഒത്തിരി നാളുകളായിട്ട് എന്നോട് ബ്രദർ വിളിച്ചിരുന്നെങ്കിലും ഇന്നലെ ഞാൻ ഇവിടെ വരാൻ കാര്യം, ഇന്ന് ഇവിടെ ആയിരിക്കുവാനും നിങ്ങൾ ഓരോ മക്കളും പുതിയതായി വന്ന മക്കളും ഹൈന്ദവരായിട്ടുണ്ടെങ്കിൽ അവരും കൂടെ കേൾക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഇതാണ് കർത്താവിന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് ഞാൻ 1 കൊരിന്തോസ് 3:16 വാക്യം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. അന്ന് പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ദൈവം ഇന്ന് എന്റെ ഏറ്റവും വലിയ സുഹൃത്ത്, എന്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന പരിശുദ്ധാത്മാവാണ്. എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടം, എന്നെ ഒത്തിരി ഇഷ്ടം, എനിക്ക് ഒത്തിരി ഇഷ്ടം.